നമസ്കാരം. ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നാളെ 2026 ജൂലൈ മാസം 2-ാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. ജ്യോതിഷപ്രകാരം നാളത്തെ ദിവസവും വളരെ സവിശേഷതകൾ കൊണ്ട് നിറഞ്ഞൊരു ദിവസമാണ്. നക്ഷത്രമാറ്റം സംഭവിക്കുന്നുണ്ട്. ഒപ്പം ഗ്രഹങ്ങളുടെ വിന്യാസവും ചില പ്രത്യേക ഭാഗ്യങ്ങളെ നാളത്തെ ദിവസം പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളത്തെ ഗ്രഹനില എങ്ങനെയാണ് നമ്മൾ മനുഷ്യരിലേക്ക് സ്വാധീനം ചെലുത്തുന്നത്? നാളത്തെ ഗ്രഹനില പ്രകാരം ഭാഗ്യവും അല്ലെങ്കിൽ അല്പം സൂക്ഷിക്കേണ്ടതുമായ നക്ഷത്ര ജാതർ ആരൊക്കെയാണ് എന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യമായി നാളത്തെ നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. നാളെ രാവിലെ സൂര്യോദയ സമയത്ത് നിലനിൽക്കുന്നത് ഉത്രാട നക്ഷത്രമായിരിക്കും. എന്നാൽ ശ്രദ്ധിക്കുക, നാളത്തെ ദിവസം പൂർണ്ണമായും ഉത്രാട നക്ഷത്രമല്ല വരുന്നത്. രാവിലെ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞ് 27 മിനിറ്റ് വരെ മാത്രം ഉത്രാട നക്ഷത്രമുള്ളൂ. അതിനുശേഷം കൃത്യമായി പറഞ്ഞാൽ രാവിലെ 9 മണി കഴിഞ്ഞ് 27 മിനിറ്റിന് ശേഷം ഉത്രാടം കഴിഞ്ഞ് അടുത്ത നക്ഷത്രം ഏതാ? തിരുവോണ നക്ഷത്രമാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ 9:30 ശേഷം ജനിക്കുന്ന കുട്ടികളുടെ നക്ഷത്രം തിരുവോണമായിരിക്കും. അപ്പോൾ നാളെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വളരെ ശുഭകർമ്മങ്ങൾക്കെല്ലാം തിരുവോണ നക്ഷത്രത്തിൻ്റെ ഗുണഗണങ്ങളാണ് നമ്മൾ കണക്കാക്കേണ്ടത് കൂടി. അപ്പോൾ അറിയാമല്ലോ, ഭഗവാൻ വിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് തിരുവോണം. അപ്പോൾ നാളത്തെ ദിവസം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ആ ഒരു ചൈതന്യം തീർച്ചയായും വന്നു ചേരും. അത് പ്രത്യേകം ഒന്ന് ഓർക്കുക, മനസ്സിലാക്കുക. അതുകൊണ്ട് നാളെ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും ഏറ്റവും ശുഭകരമായ അല്ലെങ്കിൽ അതീവ ഉത്തമമായ കാര്യം തന്നെയാണ്. ഇനി നമുക്ക് നാളത്തെ ഗ്രഹങ്ങളുടെ വിന്യാസം അതുകൂടി നോക്കാം. കാരണം ആകാശത്ത് ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്നറിഞ്ഞാലേ ഗുണദോഷങ്ങളെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റൂ. അങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കും കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു അറിവ് നൽകുന്നതും. അപ്പോൾ നാളെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ മകരം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഉത്രാടം, തിരുവോണം നക്ഷത്രങ്ങൾ മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണല്ലോ ഇവ രണ്ടും. അപ്പോൾ കൂടാതെ വ്യാഴം, അതായത് നമ്മുടെ ദേവഗുരുവായ വ്യാഴം നിൽക്കുന്നത് കർക്കിടകം രാശിയിലാണ്. അത് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ്. അതായത് വ്യാഴം ഏറ്റവും ബലവാനായി നിൽക്കുന്നതായ ഒരു സമയം, ഒരു ദിവസം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇത് പൊതുവെ എല്ലാ രാശിക്കാർക്കും നാളത്തെ ദിവസം ദൈവാനുഗ്രഹം വർദ്ധിക്കാൻ ഏറ്റവും കാരണമാകുന്ന സമയവും ഭാഗ്യവും ഒക്കെ തന്നെയാകുന്നുണ്ട്. ഇനി അടുത്തത് കർമ്മഫലദാത, അതായത് ശനിദേവൻ കുംഭം രാശിയിൽ സ്വന്തം വീട്ടിൽ ശക്തനായിട്ട് നിൽക്കുന്നുണ്ട്. കൂടെ ഒപ്പമായിട്ട് രാഹുവും കുംഭത്തിൽ തന്നെ ഉണ്ട്. ഇനി സൂര്യൻ മിഥുനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഇനി കേതു ചിങ്ങം രാശിയിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്രഹനില സൂചിപ്പിക്കുന്ന പ്രകാരം നാളെ നമ്മുടെ മനസ്സിന് ആത്മീയമായ ഒരു ഉണർവ്, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം, അതേപോലെ പുതിയ ജോലി അല്ലെങ്കിൽ പുതിയതായി നാളത്തെ ദിവസം തുടങ്ങുന്നതിനും ഒരു ഉണർവുണ്ടാകാനും പഠനകാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായൊരു ഊർജ്ജ അന്തരീക്ഷം ഉണ്ടാകുന്നതിനും ഈ ഗ്രഹങ്ങളുടെ വിന്യാസം നമ്മളെ സഹായിക്കും എന്നതുകൂടി മനസ്സിലാക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതായത് നാളത്തെ ദിവസം ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഭാഗ്യം അനുഭവിക്കാൻ പോകുന്നത്, ഏതൊക്കെ നക്ഷത്രക്കാരാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നതുകൂടി നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. ആദ്യം നമുക്ക് ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാം. അതായത് നാളെ തിരുവോണ നക്ഷത്രം വരുന്നത് കൊണ്ട് തിരുവോണവുമായി പൊരുത്തമുള്ള നക്ഷത്രക്കാർക്ക് നാളെ കാര്യസാധ്യം വളരെയധികം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. പ്രധാനമായും ഈ നക്ഷത്രക്കാർക്ക് നാളെ വളരെ നല്ല ദിവസം തന്നെയാണ് വരാൻ പോകുന്നത്. ആ നക്ഷത്രങ്ങളെ നമുക്ക് നോക്കിയാൽ പൂരമുണ്ട്, അതേപോലെ പൂരാട നക്ഷത്രമുണ്ട്, ഭരണി, അതായത് ശുക്രൻ്റെ നക്ഷത്രങ്ങളാണിവ. ഭരണി, പൂരം, പൂരാടം തുടങ്ങിയവ. അതേപോലെ രോഹിണി, അത്തം, തിരുവോണ നക്ഷത്രങ്ങൾ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളാണ്. അപ്പോൾ സ്വന്തം നക്ഷത്രമായതിനാൽ തന്നെ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുമ്പോഴും ഗുണമായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വരാൻ പോകുന്നത്. അതേപോലെ ചൊവ്വയുടെ നക്ഷത്രങ്ങളായിട്ട് വരുന്ന ചിത്തിരയുണ്ട്, അതേപോലെ അവിട്ടം, മകയിരം, ഈ തുടങ്ങിയ നക്ഷത്രക്കാർക്കും നാളെ ധനലാഭത്തിൻ്റെ ദിവസമായിരിക്കും. വിരുന്നുകളിൽ അല്ലെങ്കിൽ സൽക്കാര പരിപാടികളിൽ അല്ലെങ്കിൽ ചില ഫംഗ്ഷനുകളിലൊക്കെ പങ്കെടുക്കാൻ യോഗമുണ്ടാകും. അതല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും ഏറ്റവും കൂടുതലായിട്ട് ഈ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം കാണുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് നക്ഷത്രക്കാരുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. അതായത് നാളെ ഞാൻ മുമ്പേ പറഞ്ഞു, ചന്ദ്രൻ മകരം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിങ്ങം രാശിക്കാർ, മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ്. അതുകൊണ്ട് ചിങ്ങം രാശിക്കാർ നാളെ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് നാളത്തെ ദിവസം ഒന്ന് തള്ളി, അതായത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുക. നാളത്തെ ദിവസം ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അത്ര അനുകൂലമായി കാണുന്നില്ല. അതേപോലെ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും വേഗതയൊക്കെ കുറച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടരുത് എന്നത് സത്യം നമ്മുടെ ഭാഗത്താണെങ്കിൽ പോലും നമ്മൾ
അനാവശ്യമായി അതിനെ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധിക്കും. കാരണം സത്യം നമ്മുടെ ഭാഗത്തായാൽ പോലും നാളെ ആ സത്യം നിങ്ങൾക്ക് ചിലപ്പോൾ പറയാനായിട്ട് കുറച്ച് ദേഷ്യം സ്വഭാവത്തിലോ അല്ലെങ്കിൽ കുറച്ച് തർക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടതായ അവസ്ഥ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നാളെ അനാവശ്യമായി ആരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അഥവാ നിങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ തന്നെ നാളത്തെ ദിവസം അതൊരു ചർച്ചയിലേക്ക് വയ്ക്കാതെ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. മാനസികമായിട്ട് ചെറിയൊരു മടുപ്പൊക്കെ തോന്നുന്നത്, അതായത് സമയം അങ്ങോട്ട് വേഗം പോകുന്നില്ല എന്ന് തോന്നുന്ന അവസ്ഥ, ആകെ ശരീരത്തിനൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാമെന്ന് തോന്നുന്ന അവസ്ഥ, അങ്ങനെ ചെറിയ ചില മടുപ്പുകൾ, മനുഷ്യരല്ലേ മടുപ്പൊക്കെ തോന്നും, സ്വാഭാവികം. അപ്പോൾ നാളത്തെ ദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. അത് ചന്ദ്രാഷ്ടമത്തിൻ്റെ ഫലം കൊണ്ടാണ് എന്നതൊന്ന് മനസ്സിലാക്കുക. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വൈകുന്നേരത്തോടു കൂടി അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുമെങ്കിലും രാവിലെ നമുക്ക് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇന്ന് പോകണ്ട, അല്ലെങ്കിൽ ഇന്നങ്ങ് വീട്ടിൽ ഇരിക്കുക, ഇന്ന് പോയി ഞാൻ പഠിക്കുന്നില്ല എന്നൊക്കെയുള്ള ചില തോന്നലുകൾ വരും. അപ്പോൾ മാതാപിതാക്കൾ അവരുടെ ആ തോന്നലിന് അവരെ ഒന്ന് വഴക്ക് പറയുകയല്ല വേണ്ടത്, സപ്പോർട്ട് ചെയ്ത് പോയിട്ട് വാ, അടുത്ത ദിവസം നമുക്ക് ലീവ് എടുക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് തണുപ്പിച്ച് വിടാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ എടുത്തു ചാടി അവരോട് സംസാരിക്കാൻ പോകാതിരിക്കുക. അപ്പോൾ നാളെ ശ്രവണം എന്ന സംസ്കൃത നാമത്തിൽ അറിയപ്പെടുന്ന തിരുവോണം നക്ഷത്രമാണ്. അതായത് സാക്ഷാൽ ശ്രീലക്ഷ്മിപതിയായ ആരാണ് ശ്രീലക്ഷ്മിപതി? ഭഗവാൻ വിഷ്ണു. ഭഗവാൻ വിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രമാണ് തിരുവോണം. അപ്പോൾ ജ്ഞാനത്തിൻ്റെ, കേൾവിയുടെ, അതേപോലെ നമ്മുടെ കർണങ്ങൾ, അതായത് വിനയത്തിൻ്റെ, നമ്മൾ നല്ല കാര്യങ്ങൾ ശ്രവിക്കുന്നതിൻ്റെ ഒക്കെ നക്ഷത്രമായിട്ട് വരുന്നുണ്ട് തിരുവോണം എന്ന് പറയും. അപ്പോൾ വ്യാഴാഴ്ചയാണ് തിരുവോണം നക്ഷത്രം ഒത്തുവരുന്ന ഒരു സുദിനമാണ്, ഏറ്റവും പുണ്യസുദിനം എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതീവ ഭക്തിസാന്ദ്രമായ ഒരു ദിവസമാണ് നാളെ. അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ തീർച്ചയായും ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. നാളെ രാവിലെ 9:27 ശേഷം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും സൽക്കർമ്മങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വളരെയധികം ഇരട്ടി ശ്രേഷ്ഠമായ ഫലമായിരിക്കും ഈശ്വരൻ നൽകുന്നത്. കാരണം തിരുവോണം നക്ഷത്രത്തിൻ്റെ അധിപൻ മനസ്സിൻ്റെ കാരകനായ ഭഗവാൻ ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ശുദ്ധിയുണ്ട്, അതേപോലെ ഭഗവാൻ വിഷ്ണുവിൻ്റെ കൃപയെ ഒന്നിക്കുന്നതായ സുദിനം. ഇതിനെ ഞാൻ ഇനി എൻ്റെതായ കൂടുതൽ വാക്കുകളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിലൂടെ തന്നെ മനസ്സിലാകുന്നതാണ് എത്രത്തോളം പുണ്യമായ ഒരു ഭാഗ്യദായകമായ സുദിനമാണ്. അപ്പോൾ നാളത്തെ ദിവസമൊക്കെ ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ അതിഭാഗ്യവാന്മാരായിരിക്കും. കാരണം ഭഗവാൻ വിഷ്ണുവിൻ്റെ കൃപ നിറഞ്ഞതായ ഒരു നോട്ടം അവരുടെ മേൽ തീർച്ചയായും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുമെന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കൂടിയാകുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചന്ദ്രാഷ്ടമം വരുന്ന മകം, പൂര, ഉത്രം, ചിങ്ങം രാശിക്കാർക്ക്, കാരണം ചന്ദ്രൻ നിങ്ങളുടെ രാശിയുടെ 8ാം ഭാവത്തിലൂടെയാണ് നാളത്തെ ദിവസം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയതായ നിക്ഷേപങ്ങൾക്കൊന്നും നാളത്തെ ദിവസം മുതിരാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ചന്ദ്രാഷ്ടമം കൊണ്ടാണെന്നുള്ള ധാരണ നിങ്ങൾ വീണ്ടും, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, മനസ്സിലുണ്ടാക്കി വെക്കുക. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെറിയ കൈപ്പിഴവ് വന്നാൽ പോലും സ്വയമേവ കുറ്റപ്പെടുത്താതിരിക്കാനൊക്കെ ഒന്ന് നാളത്തെ ദിവസം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരോടും പറയുകയാണ്, ഗ്രഹങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും എല്ലാറ്റിനും മുകളിൽ എന്താണുള്ളത് നമുക്കറിയാമല്ലോ, ദൈവകൃപ തന്നെയാണ്. അപ്പോൾ ഈശ്വരകൃപ എന്ന ജ്ഞാനം നമ്മളിൽ എല്ലാവരും ഉണ്ടാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. വിധിക്ക് മുകളിലാണ് ഭഗവാന്റെ കാരുണ്യം എന്നത് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. വിധിയെപ്പോലും ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കുക. എത്രത്തോളം ഉദാഹരണങ്ങളാണ് നമ്മുടെ ഈ എളിയ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ വ്യാഴാഴ്ച ദിവസമാണ്, തിരുവോണമാണ്, ഒത്തുചേർന്ന് വരുന്ന വളരെ പുണ്യമേറിയ ഒരു പുണ്യവേള തന്നെയാണ്. അപ്പോൾ നാളെ രാവിലെ തന്നെ കുളിച്ച് ശുദ്ധി വരുത്തി ഭവനങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കാൻ രാവിലെ ഒന്ന് ശ്രമിക്കുന്നത് ഈ ഒരു നക്ഷത്രക്കാർ, ഒരു പർട്ടിക്കുലർ നക്ഷത്രമൊന്നുമല്ല, എല്ലാ നക്ഷത്രക്കാർക്കും അത് വളരെയധികം ഭഗവാന്റെ അനുഗ്രഹം വരുന്നതിന് സഹായിക്കും. കാരണം സാക്ഷാൽ നാരായണനെ നാളത്തെ ദിവസം മനസ്സുരുകി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ ഒരു ദിവസമാണ്. വിശേഷിച്ചും ചന്ദ്രാഷ്ടമുള്ള ചിങ്ങം രാശിക്കാർ, അതായത് ജന്മനക്ഷത്രം തിരുവോണമായിട്ട് വരുന്നവരൊക്കെ നാളെ വിഷ്ണു സഹസ്രനാമജപം, അതേപോലെ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത്, അതേപോലെ അഷ്ടാക്ഷരമൊക്കെ ജപിക്കുന്നതൊക്കെ വളരെയധികം പവർഫുള്ളായ കാര്യങ്ങൾ. അതായത് നമ്മളിത് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം മുതൽ നമ്മളെ കോടീശ്വര പദത്തിലേക്ക് എത്തിക്കുമെന്നല്ല പറയുന്നത്. പോകെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പുണ്യങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ആയിരിക്കും, നമ്മുടെ മന്ത്രോച്ചാരണങ്ങളിലൂടെയാണ് നമ്മൾ പുണ്യം നേടിയെടുക്കുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ധനമായിട്ടായിരിക്കില്ല വരുന്നത്. പല മേഖലകളിലൂടെ നമുക്ക് സന്തോഷമായിട്ട് വരും. അപ്പോൾ ഇനി പ്രായമേറെ ചെല്ലുമ്പോഴായാലും നമുക്ക് പുണ്യം അല്ലെങ്കിൽ സ്വർഗം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്നതായ പുണ്യങ്ങളാണ് നമ്മളെ ആ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും വലിയ പുണ്യവും ഭാഗ്യവുമായിട്ടായിരിക്കും നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ജ്യോതിഷം എന്നത് നമ്മുടെ ജീവിതത്തിലുള്ളൊരു വഴിവിളക്കാണ്. ആ വെളിച്ചത്തിൽ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് അങ്ങനെ സഞ്ചരിച്ചു പോയാൽ നമുക്ക് ഒരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാവുകയില്ല. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങളുടേതാണ്, ഈ പ്രപഞ്ചത്തിൻ്റേതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.